എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അല്ലേ കുറച്ച് ദിവസത്തിന് ശേഷമുള്ള ക്ലാസ്, കുറച്ച് ദിവസത്തിന് ശേഷമുള്ള ക്ലാസ് അല്ല, പബ്ലിക് ക്ലാസ്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, രാവിലെ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ 10:30 മണി, 2:30 മണി, 7 മണി, ഇപ്പോഴുള്ള ഈ 8:30 മണിയുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് പബ്ലിക്കിനുള്ളത് അല്ലേ. അങ്ങനെ എല്ലാ ദിവസവും ഉണ്ട്. ഇനിയിപ്പോൾ നാളെ സൺഡേ മുതൽ നമ്മൾ രാവിലെ സൺഡേ മോർണിംഗ്, സൺഡേ അങ്ങനെ ക്ലാസ്സുകളോടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങളിങ്ങനെ പഠിച്ച് 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 നിങ്ങൾക്ക് തല ഇങ്ങനെ അല്ല ദൈവമേ ഇത്രയും പഠിക്കാനുണ്ടല്ലോ എന്ന അവസ്ഥയിൽ എത്തിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നിട്ട് നിങ്ങൾ പറയും, സാറേ മതി കേട്ടോ, കുറേ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന അവസ്ഥ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു രസമുള്ളൂ അല്ലേ. അങ്ങനെ നിങ്ങളെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ക്ലാസ് എടുക്കുമോ? 4 നേരമൊക്കെ ക്ലാസ് എടുക്കുന്ന കോച്ചുമാരിന്ന് കേരളത്തിലുണ്ട് ആരെങ്കിലും? എല്ലാവർക്കും 4 നേരം രാവിലെ ഭക്ഷണം 3 നേരം, കോച്ചിങ് 4 നേരമാണ്. ഏത് ക്ലാസ്സിൽ ഏത് സമയത്ത് വരണം എന്നില്ല, എവിടേക്കും കയറി വരാം. ഒരു പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെയും പങ്കെടുക്കാം, ഉച്ചയ്ക്കും പങ്കെടുക്കാം, വൈകിട്ടും പങ്കെടുക്കാം, രാത്രിയും പങ്കെടുക്കാം, രാത്രി മെഡിറ്റേഷൻ പങ്കെടുക്കാം. രാത്രി 11:30 മണി വരെ നമ്മൾ ക്ലാസ് ഫുൾ സജീവമാണ്. അപ്പോൾ എന്താ അല്ലേ, മറ്റെല്ലാ ആരും ഞാൻ ആരെയും കമ്പാരിസന് പോവല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങളൊക്കെ പലപ്പോഴും പല ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നവരായിരിക്കും, പല ക്ലാസ്സിന് മുമ്പ് പോയവരായിരിക്കും, ഇനി പോകേണ്ടവരാണ്, ഒക്കെ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുക. 2000, 3000, 4000, 5000, 10000, ഓക്കെ, പല പല എമൗണ്ടുകൾ. നിങ്ങൾക്ക് ഇത്രയും ഫ്രീഡമായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു കോച്ചിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് സ്വയം വിശകലനം ചെയ്ത് നോക്കുക. ഞാൻ എന്നെപ്പറ്റി ഒന്നും പറയാനില്ല, ഞാൻ ഫുൾ ഓപ്പണാണ്. ഞാൻ പറഞ്ഞു ഇത്രയും കാലം ഫ്രീ ക്ലാസ്സുകൾ, പെയ്ഡ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും പെയ്ഡ് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ആപ്പ് വഴി റെഡിയാക്കി തന്നിട്ടുണ്ട്. യൂട്യൂബിൽ അത് ഇട്ട് തന്നിട്ടുണ്ട്. അതേ ക്ലാസ്സിന് നിങ്ങൾക്ക് പ്രൈവറ്റ് ചെയ്ത് യൂട്യൂബിൽ കാണാൻ ആപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക്. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ ടെലിഗ്രാമിൽ തന്നിട്ടുണ്ട്. ഇനി അതും സാധിക്കുന്നില്ലെങ്കിൽ ഡെയിലി ക്ലാസ്സുകൾ നിങ്ങളെ പഠിച്ചോന്ന് ചെക്ക് ചെയ്യാൻ നമ്മളെ 5 കോച്ചുമാരുണ്ട്. ഞാനും വരുന്നുണ്ട് എല്ലാ ക്ലാസ്സിലും. രാവിലെ 10:30 മണിക്ക്, 2:30 മണിക്ക്, 7 മണിക്ക്, 9 മണിക്ക്, പിന്നെ രാത്രി 11:30 മണിക്ക്. അത് പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. മിഡിൽ ഈസ്റ്റിലുള്ളവർക്കും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ളവർക്ക് വേണ്ടി രാത്രി 11:30 മണിക്ക് നമ്മൾ സെഷൻ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് രാവിലെ 5 മണിക്കുള്ള മെഡിറ്റേഷൻ, 5 മണിക്കുള്ള യോഗ, 5:40 മെഡിറ്റേഷൻ. ഇനിയിപ്പോൾ ഗൾഫിൽ ഉള്ളവർക്ക് മാത്രം, ഗൾഫിലെ മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മെഡിറ്റേഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രാവിലെ. അത് കഴിഞ്ഞ് വൈകിട്ട് രാത്രി 10 മണിക്ക് നിർവ്വാണ മെഡിറ്റേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫുൾ ഡേ സജീവ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ യൂട്യൂബിലൊക്കെ ഈ ഫ്രീ സെഷൻസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റ് വീഡിയോകളും ഞാൻ തരുന്നുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു കോഴ്സിൽ നമ്മൾ എൻറോൾ ചെയ്താൽ നമ്മൾ 1 മാസം കൊണ്ട് തീർക്കുന്നില്ല, 2 മാസം കൊണ്ട് തീർക്കുന്നില്ല, 3 മാസം കൊണ്ട് നിങ്ങളെ തീർക്കല്ല, കോഴ്സ് തീരുന്നുണ്ട്. നിങ്ങളോട് നിർത്താൻ പറയുന്നില്ല, നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നുമില്ല. അൺലിമിറ്റഡ് ആണ്. എത്ര കാലം വേണമെങ്കിലും ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് മെമ്പർഷിപ്പ് പോളിസിയോ അങ്ങനെയൊന്നും അല്ല നമ്മൾ നോക്കുന്നത്. ഒരു പ്രാവശ്യം എൻ്റെ ഉള്ളിൽ അവർക്ക് എത്ര ലൈഫ് വേണമെങ്കിൽ. ഇത് നിങ്ങൾക്ക് ഗുഡ് ആണെന്ന് തോന്നുന്നുണ്ടോ ഇല്ലയോ? ഇത് നിങ്ങൾക്ക് തോന്നുന്നു ഇത് ഇത്രയും ഭാരം കൂടുതലാണ് സാറേ, അല്ല ഇത് എന്നെ സംബന്ധിച്ച് നല്ലതാണോ എന്നൊന്ന് പറഞ്ഞു നോക്കിയാൽ, നിങ്ങളെല്ലാവരും പറഞ്ഞു നോക്കിയേ. ഗുഡ്, ഇതൊരു നല്ല കാര്യമാണോ അല്ല ഇത് ഓവറാണോ നിങ്ങൾക്ക് തരുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഓവറാണെങ്കിൽ ഇത് ഓവറാണ്, ഇത്രയൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറ. അല്ല നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറ. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. നോക്കട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം വിട്ടത്. ഞാൻ ഇവനെ ഒരു കോഴ്സിൻ്റെ പൈസ പോലും നിങ്ങൾക്ക് വിട്ടു തരുന്നവനാണ്. നിങ്ങൾ പഠിക്കുന്നതിൽ മാത്രം നിങ്ങൾക്ക് ഞാൻ വിട്ടു തരാറില്ല. ഞാൻ കുത്തി പഠിപ്പിക്കുന്നു. ഞാനും കോഴ്സുമാരും കുത്തി പഠിപ്പിക്കുന്നു. ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുള്ള കാര്യമല്ലേ അല്ലേ. ഇവിടെ മറ്റൊരു ചോദ്യം കൂടി പബ്ലിക്കിൽ ചോദിക്കുകയാണ്. യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കും പറയാം. കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബിൽ വീഡിയോയിൽ ഒരാൾ താഴെ കമൻറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പറഞ്ഞു, സാറിൻ്റെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ക്ലാസ് കിട്ടിയില്ല, ആപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല, ആപ്പ് കിട്ടിയില്ല. അഡ്മിനോട് കുറേ ചോദിച്ചപ്പോൾ അഡ്മിൻ 1-2 ക്ലാസ് മാത്രമേ അയച്ചു എന്നുള്ളത് ഒരു പറഞ്ഞു. അവർ സ്ഥിരം ക്ലാസ്സിൽ ഇഷ്ടംപോലെ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ് അവർ പങ്കെടുത്തത്. ഞാൻ അവരോട് ഇതാക്കി പറയില്ല, അവരുടെ ലിമിറ്റേഷൻസ് ആണ്. അവർക്ക് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്, മറ്റൊന്നുമില്ല. അവർക്ക് ആപ്പ് ഉപയോഗിക്കാൻ അറിയില്ല. എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്താലും ആപ്പ് ഉപയോഗിക്കാൻ അവർക്ക് പറ്റില്ല. അവരിലൊരു ഫോണും പഴയതാണ്. അത് വെച്ചിട്ട് ഞങ്ങൾ കുറേ പ്രാവശ്യം യൂട്യൂബിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. കോഴ്സുകൾ യൂട്യൂബിൽ കാണുമ്പോൾ അവർക്ക് സമയമില്ല. പിന്നെ ലൈവ് ക്ലാസ്സിൽ ഇടയ്ക്ക് കയറി വരും, സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു, എന്നോട് സംസാരിക്കുന്നു. അവർ
പക്ഷേ അത് പറഞ്ഞോട്ടെ, നമുക്ക് തർക്കമൊന്നുമില്ല കേട്ടോ, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആപ്പ് അവർക്ക് ഫോണിൽ സപ്പോർട്ടില്ല, അവർക്ക് ഉപയോഗിക്കാൻ അറിയുന്നില്ല, സപ്പോർട്ടില്ലാത്ത ഉപയോഗിക്കാൻ അറിയുന്നില്ല. എന്നിട്ട് യൂട്യൂബ് കൊടുത്തു നോക്കാൻ അവർക്ക് സമയമില്ല, യൂട്യൂബിൽ ലിങ്ക് ഇട്ടിട്ട് കൊടുത്താൽ സമയമില്ല. ഇതിന് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ആ സഹോദരിയോട് പറയാനുള്ള അത്രേ ഉള്ളൂ, നിങ്ങൾ ഇനിയും ലൈവ് സെഷനും കയറി വന്നോളൂ, ഇപ്പോഴും കയറി വന്നോളൂ, എപ്പോൾ വേണമെങ്കിലും കയറി വന്നോളൂ. നമുക്ക് ഓൾവേസ് ഓപ്പൺ. വീണ്ടും ലോ ഓഫ് അട്രാക്ഷൻ പങ്കെടുക്കണോ, നിങ്ങൾ കയറി വന്നോളൂ. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് നടക്കുമ്പോൾ വീണ്ടും ലൈവ് തരാം, ഒരു വിഷയമില്ല. എന്ന് നിങ്ങൾക്ക് ഏത് ക്ലാസ് പങ്കെടുത്തവരോട് പറയാനുള്ള എത്രയാണ്, നിങ്ങളെടുത്ത ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വന്നോളൂ, ഞങ്ങൾ വീണ്ടും അഡ്മിറ്റ് ചെയ്യും, കാശൊന്നും മേടിക്കില്ല. അത്രയും രീതിയിലാണ് ഞാൻ തന്നെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പക്ഷെ ഒരു കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാതെ മാറ്റമുണ്ടാക്കാൻ സാധിക്കില്ല. പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. ഞാൻ പല പല ഐഡിയകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രാക്ടീസ് നിങ്ങൾ തന്നെ ചെയ്യണം. അല്ലാതെ വേറൊന്നും ഒന്നും രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അങ്ങനെയില്ല, അങ്ങനെ ആവരുത് എന്നുള്ളതാണ് സിസ്റ്റം. അപ്പോൾ എല്ലാവരും ബി ഹാപ്പി, എല്ലാവരും സന്തോഷമാണോ? പറഞ്ഞോക്കെ. ഇതെല്ലാം പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആലോചിച്ച് കൈ തലയിൽ കൈ എന്ത് ഇവിടെ കൈ വെച്ചിരിക്കണ്ട. സന്തോഷമാണോ? ഹാപ്പിയാണോ? റെഡി? കമോൺ കമോൺ, കോട്ടെ. ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി, കമോൺ. ഇതെന്തത്? യെസ്, കമോൺ. ഒരു എനർജറ്റിക് വേണ്ടേ? ദിനേശ് സാറ് വരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സന്തോഷമില്ലേ? സന്തോഷം പറഞ്ഞു കുറേ അന്ന് ആലോചിക്കൊന്നും വേണ്ട. ഇതൊക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന്, സോ സിമ്പിൾ. അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. അവിടെ പിടിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞ് പിടിക്കണ്ട, പൊക്കോട്ടെ, കൂടെ അങ്ങ് ഒഴുകിക്കോളാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ഇല്ലാത്തൊരു വസ്തു ആണെങ്കിൽ ആ വെള്ളത്തിൽ വീണാൽ നിങ്ങൾ എന്ത് സംഭവിക്കും? ഒഴുകിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഈ വെയിറ്റ് കൂടുമ്പോഴല്ലേ വിഷയമുള്ളൂ. ഏതാ വെയിറ്റ്? എന്തോ ആണെന്നുള്ള വെയിറ്റ് അല്ലേ? ആ വെയിറ്റ് ഇല്ലാതെ വിട്ടാൽ മതി, സുഖമായിട്ട് പൊക്കോളൂ, ഒരു വിഷയമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എത്ര സംഭവമൊന്നുമല്ല ജീവിതം, വളരെ സിമ്പിളാണ്. ജീവിതത്തിനേക്കാളും സിമ്പിളുടെ സംഭവം അറിയില്ലെന്നേ. അവിടെ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും ഉണ്ടെങ്കിൽ ജീവിതം അനായാസേന പോകും. അപ്പോൾ പറയും കടമുണ്ടല്ലോ സാറേ, എങ്ങനെ കടം വെറുതെ ഉണ്ടാവുന്നതല്ലല്ലോ, അത് ഈ ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകൾ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ സാധനമല്ലേ. അപ്പം തിരിച്ചു വന്നാൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം അതൊക്കെ കാര്യങ്ങളൊക്കെ അതിനെ പഠിപ്പിക്കുന്നത്, കോഴ്സുകളൊക്കെ അതിനുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ജേർണി ടു ഹാപ്പിനെസ്, മൈൻഡ് ടൂൺ യുവർ മൈൻഡ് സെറ്റ്, മാസ്റ്റർ മെസ്, ഇതെല്ലാം 10-36ഓളം കോഴ്സുകളാണ് നമ്മളെടുത്തുള്ളത്, ഒന്നും രണ്ടും അല്ല. എന്താണോ നിങ്ങളുടെ വിഷയം അതിനെല്ലാം കൃത്യമായ സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനങ്ങളിലൂടെയുള്ള കോഴ്സുകളാണ്. ഒരു കോഴ്സിലും ഞാൻ അന്ധവിശ്വാസം പഠിപ്പിക്കുന്നില്ല, ഒരു കോഴ്സിലും ഞാൻ ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നില്ല. കൃത്യം മൈൻഡിനെ ട്യൂൺ ചെയ്യേണ്ട, പ്രോഗ്രാം ചെയ്യേണ്ട സിസ്റ്റമാറ്റിക് മെത്തേഡ്സുകൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ല, എല്ലാ കോഴ്സും അറ്റൻഡ് ചെയ്തൊക്കെ അവിടെ ഏതെങ്കിലും ഒരു മാജിക്, ഇങ്ങനെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിൽ പോലും ഒരു മാജിക് ഒന്നും പഠിപ്പിക്കുന്നില്ല. അവിടെ മെഡിറ്റേഷൻ, ഹിപ്നോസിസം, അതിലൂടെ നമ്മുടെ അവബോധ മനസ്സിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടുപോയി അവിടെ നിന്ന് നമ്മുടെ ഉപബോധ മനസ്സിനെ വിശ്വസിപ്പിക്കുന്ന മെത്തേഡാണ്. ഇതെല്ലാം അത്രയും പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡ്സുകൾ മാത്രമാണ്. ലോകത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ മെത്തേഡുകളും അത്രയും പ്രൂവണായ മെത്തേഡ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ വന്നവർക്ക് ആർക്കും മാറ്റം ഉണ്ടാവില്ല എന്നതിൻ്റെ അർത്ഥം അവർ പ്രാക്ടീസ് ചെയ്തില്ല എന്ന് മാത്രമാണ്, വേറെ ഒന്നുമില്ല. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റം സംഭവിക്കുകയും ചെയ്യും. അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ ഇവിടെ എത്രയോ ആൾക്കാരുടെ അനുഭവങ്ങളാണ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചവരാണോ നിങ്ങൾ? ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം, ഹാപ്പിനെസ് മാസ്റ്ററിയിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്ത്, നിങ്ങളുടെ പേരൊന്ന് താഴെ കമൻറ്റ് ചെയ്ത്. എല്ലാവരും പേരൊന്ന്, നിങ്ങളുടെ എസ് അല്ല, നിങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് അത്ഭുതങ്ങൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്, അത് എനിക്ക് ഉറപ്പാണ്. എൻ്റെ കൂടെയുള്ളവർക്കും അഡ്മിന്മാർക്കും അല്ലെങ്കിൽ കോച്ചുമാർക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ അത്ഭുതങ്ങൾ തന്നെയാണ് ഉണ്ടായത്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു. യെസ്, ഒരുപാട് ആൾക്കാർ, എല്ലാവരും. ഇപ്പോൾ ഒരു ചോദ്യം ഓപ്പണായിട്ട് ചോദിക്കേണ്ട ഒരു, ഈ അത്ഭുതങ്ങൾ ഞാൻ കൊണ്ടു തന്നതാണോ നിങ്ങൾ നേടിയെടുത്തതാണോ? എനിക്ക് ഉത്തരം സത്യസന്ധമായിരിക്കണമല്ലോ. നമ്മൾ ആരും അമാനുഷികതയൊന്നും ആരും നമ്മൾ കാണണ്ട. നമ്മൾ ലോക തത്വങ്ങളിൽ നിന്ന് കണ്ട് വേണം മുമ്പിലോട്ട് പോകാൻ. യെസ്, ഈ അത്ഭുതങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയതാണോ നിങ്ങൾ നേടിയെടുത്തതാണോ? രണ്ടാമത്തേക്ക് 2 എന്ന് പറയുക. യെസ്, ഞങ്ങൾ നേടിയെടുത്തതാണ്. പറയട്ടെ. യെസ്, എല്ലാം. യെസ്, 2. യെസ്, താങ്ക് യു. ഇതാണ് എൻ്റെ കുട്ടികൾ. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കി എന്നതിൻ്റെയാണ് ഈ 2.
നിങ്ങൾ നേടിയെടുത്താന്ന് പറയാൻ പറ്റുന്ന കാര്യം അതായിരിക്കണം യഥാർത്ഥ സത്യം. കാരണം നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നത് സാധാരണ അല്ലേ, ഭഗവാൻ പറഞ്ഞത് കാര്യം തന്നെയാണല്ലേ, അവനവൻ ചെയ്തിടും കർമ്മത്തിന് ഫലം അവനവൻ അനുഭവിച്ചിടുങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ്. അത് നെഗറ്റീവ് വാക്കല്ല, പോസിറ്റീവാണ്. എന്താന്ന് വെച്ചാൽ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു തർക്കവും. പക്ഷെ നമ്മൾ അത്ഭുതം എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ നമ്മൾ അതിനെ ഒന്നുകൂടി എന്നെ ഒന്ന് ആത്മവിശ്വാസപ്പെടുത്താൻ വേണ്ടി നമ്മൾ അവനവനെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ പറയുന്നത്. ഓരോരുത്തരും അവനവൻ ചെയ്തിടും കർമ്മത്തിൻ ഫലം അവനവൻ അനുഭവിച്ചിടെങ്കിൽ എന്നും ഗുരു പറഞ്ഞതും അതേ കവിവാക്യം അതുപോലെ തന്നെയാണ്. എന്ത് തന്നെ ചെയ്തോ, നല്ല ചിന്തകൾ, ശുഭാപ്തി വിശ്വാസം, റിസൾട്ട് എന്തായിരിക്കും? എല്ലാം ശുഭമായി മാറും. ശുഭചിന്ത, റിസൾട്ട് എന്താണ്? എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നല്ല രീതിയിലായിരിക്കും. നെഗറ്റീവാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പറയണ്ട അല്ലേ, ആരും അത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്, അനുഭവിച്ചതല്ലേ, ഒരുപാട് അനുഭവിച്ചതാണ്. ഇപ്പോഴോ അനുഭവം മാറിയത് കൊണ്ടാണ് അത്ഭുതങ്ങൾ എന്നൊക്കെ പറയണം നമ്മൾ. ഇപ്പം അനുഭവം മാറി, ആരടുത്തും എവിടെയും ഒരു വിഷയമില്ലാതെ പോകുന്നത് നമ്മളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഇതാണ് ജീവിതത്തിൽ മാറ്റമുണ്ടാവും. സാധാരണ ഞാൻ നിങ്ങൾക്ക് ആദ്യകാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ആദ്യകാലത്തൊക്കെ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ വിചാരിച്ചത് ഇയാളൊരു മോട്ടിവേഷൻ സ്പീക്കറാണല്ലോ, മോട്ടിവേഷൻ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്, നിങ്ങൾ അകത്ത് മാറ്റപ്പെടുത്തേണ്ട എന്തെങ്കിലും കാര്യം പറഞ്ഞു തരികയാണോ ചെയ്യുന്നത്? ഞാൻ മോട്ടിവേഷനാണോ നിങ്ങൾക്ക് നൽകുന്നത്? അതിന് രണ്ടാമത്തെ പറഞ്ഞത് ഇന്നർ അവേക്കനിങ് എന്നാണ്. അകത്തെ മാറ്റത്തിന് വേണ്ടി എന്തോ പറഞ്ഞു തരികയാണോ ചെയ്യുന്നത് അല്ലേ? അകത്തെ മാറ്റത്തിന് വേണ്ടിയിട്ട് ഇന്നർ അവേക്കനിങ് ആണ് ഞാൻ ആ ഒരു മോട്ടിവേഷൻ ആരെയും ചെയ്യുന്നില്ല. മോട്ടിവേഷൻ എൻ്റെ മേഖലയുമല്ല. മോട്ടിവേഷൻ്റെ മേഖലയല്ല എന്ന് വെച്ചാൽ ശരി, യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ അകത്തെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അത് ജീവിതത്തിൽ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ഇന്നർ അവേക്കനിങ് മൂമെൻറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈഫിലൊരു അമേസിങ് ആയിട്ടുള്ള മിറാക്കിളുകളായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ സംഭവിക്കുക. അതിനെയാണ് സാധാരണ നമ്മൾ മാജിക് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. കാരണം പലർക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതൊരു വലിയ സംഭവങ്ങളല്ല, അതൊരു ചെറിയ മാജിക്കൽ മൊമെന്റ്സ് മാത്രമാണ്. ഇനിയും വരാനിരിക്കുന്നുണ്ട്, എത്രയോ വലുത് വരാൻ ഇനിയും ഇരിക്കുന്നുണ്ട്. കാരണം ഇന്നർ അവേക്കനിങ് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ നിമിഷവും നമുക്ക് മാറ്റങ്ങൾ തന്നെയായിരിക്കും. മറ്റേതെന്താ സംഭവിക്കുക വെച്ചാൽ ഒരു പ്രാവശ്യം മോട്ടിവേഷനിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കമോൺ ഗൈസ് കമോൺ ഗെറ്റ് 4 ഡയലോഗ് പറയുമ്പോൾ യെസ് കമോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ചാട്ടം ചാടും, ചാടി കുറച്ച് കഴിയുമ്പോൾ അവിടെ നിൽക്കും. നമ്മളതല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഇങ്ങനെയാണ് അഫർമേഷൻ ദിവസവും എഴുതിച്ച് ആ അഫർമേഷനെ റിപ്പീറ്റ് ചെയ്ത് അത് ഒരു പാട്ടാണ്. അഫർമേഷൻ ഒരു പാട്ട് മാത്രമാണ്. അങ്ങനെ നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള ദൈവീകമായിട്ടുള്ളതും ആദിഭൗതികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ച് വരുമ്പോൾ നമുക്ക് ബോധതലത്തിലേക്ക് നമ്മൾ വരും. ബോധം, അത് ഇന്നലെ പറഞ്ഞ ബോധോദയം ഉണ്ടാകും. ഈ ബോധോദയമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ഒരു ഘടകം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ചില ആളുകൾക്ക് അവസരങ്ങൾ സ്വയം വരുന്നുണ്ട് എന്ന് നിങ്ങൾ പലപ്പോഴും പണ്ട് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ചിലർ എത്ര ശ്രമിച്ചാലും ഒന്നും സംഭവിക്കുന്നുമില്ല എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നലെ ഒരാൾ എന്നോട് ഇത് തന്നെ സംസാരിച്ചു. ഇന്നലെയല്ല ഇന്ന് ഞാനോട് പറഞ്ഞു, ക്ലാസ്സിൽ കയറി വന്നോ, നമുക്ക് മാറ്റം വരുത്താം. നോവേ. അപ്പോൾ അവരോട് അങ്ങനെയുള്ളവർ പറയാൻ മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്താണ്? പുറം ലോകത്തെ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. അതല്ല യഥാർത്ഥത്തിൽ സത്യം, അതല്ല സംഭവിക്കേണ്ടതും. മാറ്റം ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ വ്യത്യാസപ്പെടേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള നിലയാണ്. നമ്മളെ ഉള്ളിലുള്ള ആന്തരികമായ നിലയെ മാറ്റുക എന്നതാണ്. എന്താണ് ആന്തരികമായ നിലയെ മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വൈബ്രേഷനുകൾ, നമ്മുടെ ഇന്നർ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ മാറ്റണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ചോദ്യം വളരെ ലളിതമായൊരു ചോദ്യം, പലരും ഇപ്പോഴും നിങ്ങൾക്ക് ഉത്തരം അറിയാം, നിങ്ങൾക്ക് പണ്ട് ചോദിച്ച കാര്യമാണ്. നിങ്ങൾ ഇന്നർ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ നടന്നു നോക്കാം. നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ടോ?
അല്ലെ സാധാരണ പറഞ്ഞു ഇവിടെ പണം കഴിക്കുന്ന മരം കുലുക്കിയാൽ കിട്ടുന്നതല്ല പൈസ അല്ലേ, പറയാറില്ലേ? മരം പിടിച്ച് കുലുക്കിയാൽ കിട്ടും എനിക്ക് കാശ് എന്ന് പറഞ്ഞ് പണ്ട് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കുലുക്കിയാൽ കാശ് കിട്ടുന്ന മരമുണ്ട്? അങ്ങനെ കുലുക്കിയാൽ കാശ് കിട്ടുന്ന മരമുണ്ടോ? ഉണ്ടല്ലേ? ഇവിടെ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പറയും ഉണ്ടോ ഇല്ലയോ? യോ, എസ് പറഞ്ഞോ, എസ് പറഞ്ഞോ, എസ് പറഞ്ഞോ. ഇങ്ങനെ കുലുക്കിയാൽ കാശ് കിട്ടുന്ന മരമുണ്ടോ ചോദിച്ചോളൂ. യെസ്, ഉണ്ടല്ലേ? പണ്ടോ ഈ ക്ലാസ്സിൽ വരുന്നതിന് ശേഷം ഉണ്ട് എന്ന് പറയുമോ നിങ്ങൾ? ഇല്ലല്ലേ? ഞാൻ എന്തെങ്കിലും ഈ വാക്കിന് മുമ്പ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പണം കഴിക്കുന്ന മരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പണം കഴിക്കുന്ന മരം ഉണ്ടെന്ന് ഇപ്പൊ ഇങ്ങനെ കുലുക്കിയ കാശ് കിട്ടുന്ന മരം ഉണ്ടോ എന്ന് ചോദിച്ച് മുമ്പ് ചോദിച്ചിട്ടില്ല. ഇതാണ് ഇന്നർ അവേക്കനിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ആന്തരികമായ ചിന്തകൾ മാറ്റം വന്നു. ആൾക്കാർ ഇരുന്നാല് ബാക്കിയുള്ളവരാലിരിക്കുന്നത് അത് ഏത് മരമാണ് വീട്ടിൽ ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മുറ്റത്തുണ്ട്, എല്ലാവരും വീട്ടിലുണ്ട്, ഓൾമോസ്റ്റ് വീട്ടിലുണ്ട്. സിറ്റിയിൽ ഉണ്ടാവില്ല ചിലപ്പോൾ, എന്നാലും ഓൾമോസ്റ്റ് സിറ്റിക്കകത്ത് എല്ലാവരും വീട്ടിലുണ്ടാവും. ഇതാണ് നമ്മുടെ ആന്തരികമായ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്നർ ബിലീഫ് സിസ്റ്റത്തെ മാറ്റുക എന്നതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു കാര്യം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് അത് എത്ര കണക്റ്റഡ് ആണെന്ന് അറിയിക്കുക. ഒരു സത്യമായ കാര്യം ഞാൻ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നിങ്ങളാകുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അകത്ത് ഇൻസെക്യൂർ ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പുറത്തെ സാഹചര്യം നിങ്ങളെ ചലഞ്ചിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ അകത്ത് കോൺഫിഡൻസ് ഉള്ള ആത്മവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് സത്യം. ഇത് നിങ്ങളൊന്ന് ശരിക്കൊന്ന് വിശകലനം ചെയ്തു നോക്കുക. നിങ്ങൾക്ക് കൃത്യമായി അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷെ എങ്കിലും ഒന്ന് വിശകലനം ചെയ്തു നോക്കുക. ഇതല്ലേ സത്യം? നിങ്ങളെപ്പോഴും നല്ല വൈബ്രേഷൻ നിൽക്കുക, നല്ല മൂഡിൽ നിൽക്കുന്ന സമയത്ത് പുറമേ ഉള്ളതെല്ലാം നന്നായിട്ട് കാണാറില്ലേ? നിങ്ങൾക്ക് സങ്കടമുള്ള അവസ്ഥയിൽ മൊത്തം ആൾക്കാർ തെറ്റായും ആൾക്കാർ ശരിയല്ലാത്ത അവസ്ഥയല്ലേ നമുക്ക് അനുഭവിക്കുന്നത്? ഞാനൊരു ചെറിയൊരു കഥ പറയാം. ഒരു സ്കൂൾ കുട്ടിയല്ല, കോളേജൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ നടക്കുന്ന സംഭവം. ഒരു രണ്ട് മൂന്ന് വർഷമായി ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നു. എല്ലായിടത്തും റിജക്ഷൻസ് മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പൊ അവള് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമായിരുന്നു, സാറേ ഞാൻ ലക്കിയല്ല, എനിക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല, ആരും എന്നെ ജോലിക്ക് എടുക്കുന്നില്ല. അങ്ങനെ 2 വർഷമൊക്കെ ജോലിക്ക് ശ്രമിച്ചിട്ടും ജോലി കിട്ടുന്നില്ലെങ്കിൽ ആൾ അൺലക്കി അല്ലേ? ലക്കിയാണോ അൺലക്കിയാണോ നിങ്ങൾ പറഞ്ഞു നോക്കി. ലക്കിയാണോ അൺലക്കിയാണോ പറഞ്ഞു ടക്ക് 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 ടക്ക്. നിങ്ങൾക്കെല്ലാം ഇതെല്ലാം ജീവിതത്തിൽ കണക്റ്റാണ്. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. ലക്കിയാണോ അൺലക്കിയാണോ? 2 വർഷമായി ജോലി ശ്രമിച്ചു, എവിടെയും ജോലി കിട്ടുന്നില്ല. അൺലക്കി അല്ലേ? ബാഡ് ലക്ക് അല്ലേ? ആണോ അല്ലേ? യെസ് ഓർ നോ? ടക്ക്. ലക്ക് ഓർ ബാഡ് ലക്ക്? രണ്ട് നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യാം. ലക്ക് ഓർ ബാഡ് ലക്ക്. ശരിക്കും നിങ്ങൾ തിരിച്ചറിയണം ഈ സത്യത്തെ, ഈ കാര്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ വിഷയം കിടക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ലക്കി ഓർ അൺലക്കി എന്നല്ല, ആ ആൾ അൺലക്കി അല്ലേ എസ് ഓർ നോ എന്നാണ് ചോദ്യം കേട്ടോ, മാറിപ്പോയി. അൺലക്കി എസ് ഓർ നോ എന്നാണ് രണ്ടും. നിങ്ങൾ കൺഫ്യൂഷൻ വരും. നോക്കൂ, നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കുക, ഇതൊരു യാഥാസ്ഥികമായി നമ്മളൊന്ന് വിലയിരുത്തും. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ ഉത്തരം ഇത് തന്നെയാണ്. ഇന്ന് ആ കുട്ടി നല്ലൊരു ജോലിയിൽ ഗൾഫിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം. ഞാൻ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്ത മൂന്ന് കാര്യങ്ങളാണ്. 3 തിങ്സ് ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, നീ അത് ശരിയാണ്, നിനക്ക് ലക്കി അല്ല എന്ന് നീ വിശ്വസിക്കുന്ന അങ്ങോട്ട് ഇരിക്കട്ടെ. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ 3 കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. 2 മാസത്തിനകത്ത് ആ കുട്ടിക്ക് ജോലി കിട്ടി. അതും 4000 ദിറംസ് ശമ്പളമുള്ള ജോലിയാണ് കിട്ടുന്നത്. 4000 ദിറംസ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ 80,000 1,00,000 രൂപയോളം, 1,00,000-ത്തോളമായി. ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് ജോലിക്ക് പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു. ജോലിക്ക് പോകുന്നതും ജോലി ചെയ്യുന്നതും അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജോലി ചെയ്യുന്നതെല്ലാം രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് അരമണിക്കൂർ എഴുന്നിട്ട് കാണാൻ വേണ്ടി പറഞ്ഞു. ഏത് സ്ഥാപനം എന്ത് ജോലിയാണോ ആവശ്യമുള്ളത്, അക്കൗണ്ടൻ്റാണ് പറഞ്ഞത്. അപ്പോൾ അക്കൗണ്ട്സ് ജോലി ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു. എല്ലാ ദിവസവും, ഒരു ദിവസവും ഇടപെടാതെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ടോ ആ ജോലി സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു, ജോലി സമയത്ത് എല്ലാം സന്തോഷം മാത്രമായിരിക്കില്ല. ബോസിൻ്റെ ഫയറിങ് കിട്ടും, മറ്റുള്ളവരുടെ
തിക്താനുഭവങ്ങൾ ഉണ്ടാവും, മറ്റുള്ള എന്താ പറയുക, ജോലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടല്ലോ, മറ്റേ എന്താ പറയുക, കുറച്ച് സൂയ, കുറച്ച് കുശുമ്പ്, കുറച്ച് പരദൂഷണം, കുറച്ച് ഇതൊക്കെ ഭാഗമാണല്ലോ അല്ലേ. ഇതൊക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ ഇമോഷൻസ് വരും. പിന്നെ മാസാമാസം വർഷാവർഷം നമുക്ക് മറ്റു കാര്യങ്ങളിലുണ്ടാകുന്ന ഇമോഷൻസ്, വീട്ടിലെ വിഷയങ്ങളിലുണ്ടാകുന്ന ഇമോഷൻസ്, അതൊക്കെ ഇമോഷൻസിനെ ഒന്ന് അനുഭവിക്കാൻ പറഞ്ഞു എല്ലാ ദിവസവും, ഇമോഷണൽ മാസ്റ്ററിങ് ചെയ്യാനായിട്ട്. എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്നു, 7 മണി 6 മണിക്ക് 5 മണിക്ക് എഴുന്നേൽക്കുന്നു, 6 മണിക്ക് ജോലിക്ക് പോകുന്നു, വീട്ടിലെ പണിയെല്ലാം റെഡിയാക്കി വെക്കുന്നു, കുളിച്ച് റെഡിയാക്കി ഡ്രസ്സ് ചെയ്ത് ജോലിക്ക് പോകാൻ റെഡിയാണ്. ജോലിക്ക് പുറത്തൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. മൂന്നാമതായി പറഞ്ഞു, നിങ്ങളുടെ ചിന്തകളെ റിപ്പീറ്റഡ് ആയിട്ട് ശ്രദ്ധിക്കാൻ. വാച്ച് യുവർ തോട്ട്സ്. എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കാൻ. നെഗറ്റീവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചിന്തകളെ എഴുതി വെക്കണം. പോസിറ്റീവിനെ തൽക്കാലം അവിടെ വിട്ടേ, കാരണം അതങ്ങനെ അതെന്നെ ചിന്തിച്ച് അതിൽ പൊക്കോളും. നെഗറ്റീവിനെയാണല്ലോ നമുക്ക് മാറ്റേണ്ടത്, അതിനൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. 3 കാര്യങ്ങൾ 2 ആഴ്ച. ഇന്നിപ്പോൾ നാളെ ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും, ഇപ്പോൾ ക്ലാസ്സിൽ വരുന്ന സമയം കുറവാണ്, ഒരുപാട് തിരക്കായി. 2 ആഴ്ച ഇവർ പ്രാക്ടീസ് ചെയ്തപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ വന്നു. സെലക്റ്റഡ് ആയിട്ട് സാറേ എനിക്ക് ജോലി കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞു, ആദ്യത്തെ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തപ്പോൾ. പക്ഷേ ആ ജോലിക്ക് പോകാൻ പറ്റിയില്ല, കാരണം അത് ദൂരെ കൂടുതലാണ്, ഇവർക്കുള്ള വീട്ടിൽ നിന്ന് കുറേ ദൂരെ കൂടുതൽ, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. രണ്ടാമത്തെ ജോലിക്ക് ഇൻ്റർവ്യൂ വന്നത് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്, അതിനും പോകാൻ പറ്റിയില്ല. കാരണം അത് വേറൊരു വിഷയം എന്ന് വെച്ചാൽ അത് കുറച്ച് നടന്നു പോകണം, ബസ് പോകാത്ത സ്ഥലത്ത് ഉള്ള ജോലിയാണ്, അതുകൊണ്ട് അതും എടുത്തില്ല. മൂന്നാമത്തെ ജോലിക്കാണ് സെലക്ട് ചെയ്ത് പോയത്. സെലക്ട് ചെയ്തു, അവർ സെലക്ട് ചെയ്തു. ശമ്പളം ആദ്യത്തെ ജോലി പറഞ്ഞതിനേക്കാളും ശമ്പളം കുറവാണ് മൂന്നാമത്തെ ജോലിക്ക്, പക്ഷെ മൂന്നാമത്തെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ മൂന്നാമത്തേൽ മാത്രം സെലക്ട് ചെയ്യാൻ കാരണം എന്നറിയാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത്, ഈ എല്ലാ ദിവസവും കണ്ട വിഷ്വലൈസേഷനിൽ ഇവർ ഈ ഒരു ബിൽഡിങ് അവർക്ക് മനസ്സിൽ, ഇങ്ങനെ ഒരു ബിൽഡിംഗ്, ഇത്രയും വലിയ ബിൽഡിങ്ങിലുള്ള ഓഫീസിൽ അങ്ങ് ജോലി ചെയ്യുന്നുണ്ട്, അത്രയും വലിയ ബിൽഡിങ്ങും അത്രയും സൗകര്യമുള്ള ലക്ഷറി ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ ജോലി ചെയ്യുന്ന, ഓഫീസിൽ ജോലി ചെയ്യുന്നതായിട്ടാണ് ഇവർ വിഷ്വലൈസ് ചെയ്തത്. മറ്റ് 2 സ്ഥലത്തും ഇതില്ലായിരുന്നു. ഒന്ന് ഫാക്ടറി ആയിരുന്നു, ഒന്ന് വേറൊരു സാധാരണ ഇതായിരുന്നു, സ്ഥാപനമായിരുന്നു. ഈ വിഷ്വലൈസേഷൻ മൂന്നാമത്തേൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കൃത്യമായി ഇന്നിപ്പോൾ അവർക്ക് കാണാം, അത്രയും കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് സംഭവിച്ചത്? 2 മാസം എടുത്താലും മാറ്റം സംഭവിച്ചത് ജോലി, പുറമേയുള്ള ജോലിയിലാണോ മാറ്റം സംഭവിച്ചത്, നമ്മൾ അകമേയുള്ള പ്ലാനിങ്ങിലാണോ അല്ലെങ്കിൽ വിഷ്വലൈസേഷനിലാണോ മാറ്റം വന്നിട്ടുള്ളത്? അതുവരെ ആ കുട്ടിക്ക് വിഷ്വലൈസേഷൻ ഉണ്ടായില്ല, ഡെയിലി പ്രാക്ടീസ് ഉണ്ടായില്ല. ജോലി വേണം, ജോലി വേണം, ജോലി വേണം, കുറേ ഇങ്ങനെ CV അയച്ചുകൊണ്ടിരുന്നിരുന്നു. പക്ഷേ ഏത് ജോലി, എന്ത് ജോലി എന്ന് കണ്ടതിനെല്ലാം അയച്ചിരുന്നു, ഒരു ഐഡിയയും ഉണ്ടായില്ല. ഇന്നെ കേൾക്കുന്ന ഏതെങ്കിലും കുട്ടികൾ, ഏതെങ്കിലും ആൾക്കാർ ഈ വിഷയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളത് തിരുത്തിക്കൊള്ളുക. നാളെ മുതൽ നിങ്ങൾ CV അയക്കാനല്ല ധൃതിപ്പെടേണ്ടത്, അതിലുള്ള സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനും ഈ വിഷ്വലൈസേഷനുമാണ്, ഈ പറഞ്ഞ പ്രാക്ടീസുമാണ് നിങ്ങൾ മാറ്റേണ്ടത്. ജോലി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ക്വാളിഫിക്കേഷൻ വേണം കേട്ടോ, അല്ലെങ്കിൽ സ്കില്ല് വേണം കേട്ടോ. ക്വാളിഫിക്കേഷൻ അല്ല, സ്കിൽസ് വേണം കേട്ടോ, അത് നിർബന്ധമാണ്, അത് മാത്രമേ എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരൻ, ഒന്നും എനിക്ക് പോലും കിട്ടുന്ന ക്വാളിഫിക്കേഷൻ ഇല്ല, ക്വാളിഫിക്കേഷൻ മാത്രമുണ്ട്, ABCD അറിയാത്ത ആളെ കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രത്യേകം പറയുന്നു, നിങ്ങൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. അപ്പോൾ മാറ്റം, അവനവൻ്റെ ഉള്ളിൽ മാറ്റം വന്നത് കൊണ്ട് മാത്രമാണ് പുറമേയുള്ള ലോകം മാറിയതായി തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്നും പറയാറുള്ളത്, നമ്മുടെ ജീവിതം മാറ്റാൻ നമുക്ക് മാത്രമാണ് സാധിക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് 1 വർഷമൊന്നും വേണ്ട, ഒരു ക്ലാരിറ്റി മാത്രം മതി. അപ്പോൾ ആ ക്ലാരിറ്റിയാണ് നിങ്ങൾ വരുത്തേണ്ടത്. ആ ക്ലാരിറ്റി ഇല്ലാത്തതാണ് എല്ലാ വിഷയങ്ങൾക്കും അടിസ്ഥാനം. നിങ്ങൾക്ക് സാമ്പത്തിക വിഷയമുണ്ടോ? ഇതിൻ്റെയും അടിസ്ഥാനം അത് തന്നെ. ലക്ഷ്യമില്ല, ക്ലാരിറ്റി ഇല്ലാതെ അനാവശ്യമായി പൈസ ചെലവാക്കിയത് കൊണ്ടും വരവും ചെലവും ശരിയായ പ്ലാൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, അല്ലാതെ ആർക്കും സംഭവിച്ചിട്ടില്ല. പിന്നെ പറയും മറ്റും ഒരു അസുഖം വന്നിട്ട്, അതും ഇതിൻ്റെ ഭാഗം തന്നെയാണെന്ന് തിരിച്ചറിയുക. അപ്പം ഈ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ വിഷൻ മനസ്സിലാക്കണം, ഗോള് മനസ്സിലാക്കണം. കുറച്ച് സമയം അതിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ്, ഒരു ടൈമേ വേണ്ടു. അവിടെയാണ്
ഏറ്റവും സത്യസന്ധമായ മാറ്റം ഉണ്ടാവുന്നത്. വിഷൻ ബോർഡ് നിങ്ങൾ എങ്ങനെ ആയാലും ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇരുന്ന് എത്രയും നിങ്ങൾ ജോലിക്ക് ഒരു മാസം പോയില്ലെങ്കിൽ വിഷയമില്ല. അതൊക്കെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റും, നിങ്ങൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ വിഷൻ ബോർഡ് പഠിപ്പിക്കുന്ന സാധാരണ വിഷൻ ബോർഡല്ല, കുറേ ഇൻ്റർനെറ്റിൽ നിന്ന് ഫോട്ടോ എടുത്തു വന്നിട്ട് ഒട്ടിച്ചോളത് വിഷൻ ബോർഡ് കിട്ടുന്നു. അതേ ആ പരിപാടി നമുക്കില്ല. നിങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള നിങ്ങളുടെ വൈബ്രേഷനുകൾ ചേഞ്ചസ് ആണ് ഞാൻ വിഷൻ ബോർഡിൽ പഠിപ്പിക്കുന്നത്. സമയമെടുത്ത് ഇരുത്തി നിങ്ങളുടെ ആന്തരികമായ മാറ്റത്തിൻ്റെ മാത്രമാണ് എനിക്ക് വിഷയം. ഭാഗികമായി നിങ്ങൾ ഒരു മാറ്റത്തെപ്പറ്റി ഞാൻ അവിടെ ബോധമിടല്ല. അകത്ത് തെളിഞ്ഞു നിൽക്കുന്നതാണ് ഞാൻ വിഷൻ ബോർഡിൽ. അല്ലേ, വിഷൻ ബോർഡിൽ കുട്ടികളുണ്ടല്ലോ ഇവിടെ, അവർക്കറിയാമല്ലോ ഇപ്പം എങ്ങനെയാണ് ക്ലാസ് നടന്നു പോകുന്നതെന്ന്. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കണം. മനസ്സിനെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കുക വേണം. അതിനാണ് ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിട്ട് ആ ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന ക്ലാസ് അതിനെ എത്തുന്നതിന് മുമ്പ് ഉള്ളതാണ് ട്യൂൺ യുവർ മൈൻഡ് സെറ്റ്. ജേണി ടു ഹാപ്പിനെസ് ആണ് നമ്മുടെ ഏറ്റവും ഫണ്ടമെന്റൽ, ഏറ്റവും ബെസ്റ്റും അല്ലെ ഇവിടെയുള്ള 90% ആൾക്കാരുടെ ജീവിതത്തിനെ മാറ്റിമറിച്ചിട്ടുള്ള ക്ലാസ്സാണ് ജേണി ടു ഹാപ്പിനെസ്. അവരെന്നെ പറയും, എല്ലാവരും പറയും. അതിനു മുമ്പ് മനസ്സിനെ ഒന്ന് ഏത് ഫ്രീക്വൻസിയിലേക്കാണ് കൊണ്ടുവരേണ്ടത്, ഏത് വൈബ്രേഷനിലാണ് പോകേണ്ടത്, എന്താണ് എനിക്ക് ആവശ്യം എന്ന് ട്യൂൺ ചെയ്ത് നിങ്ങൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ വിഷൻ ബോർഡിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് രണ്ടും ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ കൃത്യമായി ഇല്ലാത്തവർ പ്രാക്ടീസ് ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു, ഇതൊരു വെറുതെ വന്നാൽ നിങ്ങൾ പോകുന്ന വഴിക്ക് കയറിയൊന്നും അല്ലല്ലോ, ഒരു സത്രം പോലെ വന്നൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് ലൈഫിൽ ഒരു ലക്ഷ്യമുണ്ട് എന്നും എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പല പരിപാടിക്കും പോവും. അപ്പം നിങ്ങളിൽ അത് ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ സാഹചര്യങ്ങളുണ്ട്. ഇനി അതിനൊന്ന് അലൈൻമെൻറ്റ് ചെയ്തെടുത്താൽ മതി. ഓരോരുത്തരും പറയുന്ന കാര്യത്തിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതം, അത് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ അത് യാഥാർത്ഥ്യമായി മാറും. സ്വപ്നം കാണുക എന്നത് മാത്രമല്ല വിഷയം, ആ സ്വപ്നത്തിനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവോ എന്നതാണ് ചോദ്യം. അപ്പൊ സ്വപ്നങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾ ഏത് നിമിഷം മുതലാണോ തുടങ്ങുന്നത് അതിന് കുറച്ച് അലൈൻമെന്റ് ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ പണം കായ്ക്കുന്ന മരമില്ല എന്ന് വിശ്വസിക്കുന്നതിൽ നിന്ന് മാറി ഇതും പണം കായ്ക്കുന്ന മരമാണല്ലോ എന്നുള്ള യാഥാർത്ഥ്യം, അതിനെ ഞാൻ യാഥാർത്ഥ്യം തന്നെ വിളിക്കും, ആ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ മാറണം. പക്ഷേ ഇവിടെയുള്ള ഒരു ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് അറിയാമോ? മിക്ക ആൾക്കാർക്കും ഇതെല്ലാം അറിയുന്നു, ഇതെല്ലാം പഠിക്കുന്നു, ഇതിനെല്ലാം ഒരുപാട് കോഴ്സുകൾ പൈസ ചെലവഴിക്കുന്നു. പക്ഷേ ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ പ്രാക്ടീസ് ചെയ്യില്ല, പ്രാക്ടീസ് ചെയ്യാറില്ല എന്നതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പം ഞാനിവിടെ ഹാപ്പിനെസ് മാസ്റ്ററിയിൽ നമ്മുടെ കോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, തലങ്ങും വിലങ്ങും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും സാറ് വന്ന് പറയും പ്രാക്ടീസ് ചെയ്തോ, പ്രാക്ടീസ് ചെയ്തോ, പ്രാക്ടീസ് ചെയ്തോ, പ്രാക്ടീസ് ചെയ്തോ. വൈകുന്നേരം വരെ പറഞ്ഞുകൊണ്ട് പ്രാക്ടീസ്. നമ്മൾ ക്ലാസ്സിൽ നിന്ന് എന്ത് കണ്ടന്റ് പഠിച്ചു അതൊക്കെ ഞാൻ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് സമയത്ത് തരാം. പ്രാക്ടീസ് നിങ്ങൾ തന്നെ ചെയ്യും. കൂടെ ഞങ്ങളുണ്ട്, എപ്പോൾ ഈ 24/7 ഞങ്ങൾ കൂടെ ഉണ്ട്. ഇന്നലെ മിനിയാന്ന് ഒരാൾ പ്രസീത പറയണ്ടായിരുന്നു, രാത്രി 2:20 വിളിക്കുന്നുണ്ട്, മോളെ ഞാൻ പൈസ അയച്ചിട്ടുണ്ട്, ഒന്ന് എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് 2:20. ഞങ്ങൾ ഫോൺ എടുക്കും. ഒന്ന് വിളിക്കേണ്ട ആരോട്ടോ, ദേവിയത് വിളിച്ചേക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏത് സമയത്ത് ഒരു സമയം കാലമൊക്കെ നോക്കണം, വിളിക്കും. അവർക്ക് ഉറക്കമില്ല, അപ്പോൾ വിളിച്ച് ഇത് എടുക്കുമല്ലോ, അങ്ങനെ ചെയ്യും അല്ലേ. അപ്പോൾ ഈ പ്രാക്ടീസ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ലക്ഷ്യം, ഒരു സ്ട്രക്ചർ നമുക്കുണ്ട് നേരത്തെ. അപ്പോൾ ഇവിടെ നമ്മൾ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക. ഞാൻ ആ വാക്ക് വീണ്ടും അടിവരയിട്ട് പറയുന്നു, മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടത്. നെഗറ്റീവ് തോട്ട്സുകൾ ഇല്ലാതിരിക്കുക എന്നത് വിഷയമല്ല. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, അത് നമുക്കൊരു വിഷയമേ അല്ല. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കണം. ഇപ്പോൾ വൈബ്രേഷൻ ചില ലെവലുകൾ ചില സമയത്ത് താഴും പൊങ്ങും ഒക്കെ ചെയ്യും. കാലാവസ്ഥയൊക്കെ മാറുന്നതനുസരിച്ച് നമുക്ക് പല മൂഡ് സിങ്കുകളും ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായ പ്രക്രിയയാണ്. എങ്കിലും അതിന് ഏത് സമയത്ത് നമ്മൾക്ക്
തിരിച്ച് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ദേ ഞാൻ പോയിട്ടോ, എന്നാ പിന്നെ എഴുന്നേക്കാലോ എന്ന് പറഞ്ഞാൽ സടകുടഞ്ഞ് എഴുന്നേക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. അത് സമയത്ത് ഇതാ പോയി, ഇങ്ങനെ പോകാൻ പറ്റില്ല, എന്നാ കമോണ്ട എന്ന് പറഞ്ഞ് എഴുന്നേക്കാനുള്ള ഒരു ഒരു ടെക് ഒരു 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 ഉൾപ്രേരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സാമ്പത്തികമായിട്ടും ബന്ധങ്ങളിലും ആരോഗ്യത്തിലുമൊക്കെ നമ്മൾ നല്ല ഓറ സൃഷ്ടിക്കണം. എങ്ങനെ? നമ്മളത് എപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി എനിക്ക് വയ്യ എന്നല്ല, എനിക്കെല്ലാം പറ്റും, എന്താ പറ്റാത്ത എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഓറ നമ്മൾ സൃഷ്ടിക്കണം. ഇത് പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. രാവിലെ നമ്മൾ 1 മണിക്കൂർ, ഇപ്പോൾ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് അറിയാലോ, 1 മണിക്കൂർ മാത്രമാണ് നമ്മൾ യോഗ എടുക്കുന്നത്. ആ യോഗ 1 മണിക്കൂർ കൊണ്ട് എത്ര മാറ്റാണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായെന്ന് നോക്ക്. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട് എല്ലാവരും ഊർജ്ജസ്വലരായി മാറിയില്ലേ? ഓരോ ആൾ ഊർജ്ജസ്വലരായി മാറി. നടുവേദനയുള്ളവർ, നെട്ടൽ വേദനയുള്ളവർ, തണ്ടവേദനയുള്ളവർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? ഇന്നോ? അയ്യോ, അത് ഉണ്ടായിരുന്നു സാറേ, അത് പഴയ കഥകൾ മാത്രമാണ്. പക്ഷെ ഇപ്പോഴും ചെയ്യാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ പറയുന്നത്. ചില കുഴിമടിയന്മാർ അവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ കാണാറുണ്ട്. എന്നാലും തൽക്കാലം വയസ്സും പ്രായമെല്ലാം ആയില്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുകയാണ്. ഓക്കെ. അങ്ങനെ കുറെ പറയേണ്ട ചില ആളോട് പറഞ്ഞു, തമാശ പറഞ്ഞു കേട്ടോ, എല്ലാം നല്ല കുട്ടികളാണ്, എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് എല്ലാവരും മസിൽ പിടിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞതാന്ന് മാത്രമേ ഉള്ളൂ. നല്ല നല്ല നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസും നമ്മളെപ്പോലുള്ള ഗൈഡിങ് ഉണ്ടാകുമ്പോഴാണ് റിയൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ഇതൊരു വെറും തിയറി പഠിച്ചുകൊണ്ട് മാത്രം സംഭവിക്കുന്നില്ല. ഇഷ്ടംപോലെ ഇതാ, ഞാനിപ്പോൾ എഴുതിയ പുസ്തകങ്ങൾ തന്നെ എത്രയോ ഉണ്ടല്ലേ, 6-8 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടാവാം, ഞാനും വായിക്കുന്നുണ്ട്. ഡെയിലി 1-2-3 പുസ്തകങ്ങൾ, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇപ്പം ഞാൻ വായിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഇത് പ്രാക്ടീസ് ചെയ്തു. ഇപ്പം ഇന്നലെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ 3-4 വട്ടമാണ് വായിക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ പുതിയ സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ട് തോന്നുന്നു. അപ്പോൾ ഇത് തിയറിയാണ്. തിയറി അതിനെ കൊണ്ട് അപ്ലൈ ചെയ്തോ, ഇത് വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കണം. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് എന്താണ് ഗുണം കിട്ടുന്നത്? നിങ്ങൾ സ്വയം വിശകലനം ചെയ്തോ. ഞാനിപ്പോൾ ഇത് പറയുന്നതല്ലല്ലോ, നിങ്ങൾ സ്വയം വിശകലനം ചെയ്ത് നോക്കാം. രാവിലെ ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ ആഴ്ചയിൽ 7 ദിവസത്തിൽ നിങ്ങൾ ഒരു ദിവസം ലേറ്റായിട്ട് എഴുന്നേക്കുന്നു എന്ന് കരുതിക്കും. 6 ദിവസം എഴുന്നേറ്റപ്പോൾ നിങ്ങൾക്ക് എന്ത് ക്ലാരിറ്റി ഉണ്ടായി? ആ ഒരു ദിവസം ലേറ്റായിട്ട് എഴുന്നേറ്റപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? വിശകലനം ചെയ്യുക. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ എന്നെ ഭയമാണോ നയിക്കുന്നത്, അല്ല ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണ് ആവുകയാണോ ചെയ്യുന്നത്? സമ്പത്ത് അല്ലെ പണം വരുന്നത് വെറുതെ ആണോ, അല്ലെങ്കിൽ സാധ്യതകളിലൂടെയാണോ പണം വരുന്നത്? റിലേഷൻഷിപ്പിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ആക്കിയെടുക്കുന്നത്? എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് എൻ്റെ ജീവിതത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും ആന്തരികമായ സമാധാനം അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം വെറും ഒരു കെട്ടുകഥകളല്ല, ഇതെല്ലാം നമുക്കിവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി വരാനിരിക്കുന്നവരോട് പറയാനുള്ള 6 മാസം നിങ്ങളിതിവിടെ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ട് തീരുമാനം നിങ്ങൾക്കാണ്. ഇപ്പം ഈ വീഡിയോ കാണുന്നവരോട് പറയാണ്, നിങ്ങൾക്ക് 6 മാസത്തിൽ എവിടെ എത്തി നിൽക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ അനുഭവിക്കുന്ന സെയിം പ്രശ്നത്തിലും സ്ട്രെസ്സിലും കൺഫ്യൂഷൻസിലുമാണ് നിങ്ങൾക്ക് പോകേണ്ടതെങ്കിൽ ഇങ്ങനെ ഇരുന്നോളൂ, ഡോണ്ട് വറി, അത് അവിടെ തന്നെ ഇരിക്കും. അല്ല, എനിക്കിതൊന്നും അല്ല വേണ്ടത്, എനിക്ക് ടോട്ടലി ഡിഫറെൻറ്റ് പേഴ്സൺ ആയി മാറണം, എന്നെ തന്നെ എനിക്കൊരു ന്യൂ മീ ആയി മാറണം, എൻ്റെ പുതിയൊരു വേർഷൻ എനിക്കാവണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങളെ മാറ്റുക തന്നെ ചെയ്യും, അതിന് യാതൊരു ഇതുമില്ല. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഒരു കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് ഏത് വേണം, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ തീരുമാനിക്കുക, അതിനുള്ള സൊല്യൂഷൻസ് തരിക എന്നതാണ് ഒരു മെൻറ്റർ, കോച്ച് എന്ന രീതിയിൽ എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കയ്യിലിതാ ഐസ്ക്രീം ഉണ്ട്, വിശക്കുന്ന നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയുന്നതല്ല എൻ്റെ മെത്തേഡ്. നിങ്ങൾക്ക് വിശക്കുമ്പോൾ വേണ്ടത് ഭക്ഷണവും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടതുമാണ് ഐസ്ക്രീം എന്ന് തിരിച്ചറിയുക. അത് ഞാൻ സജസ്റ്റ് ചെയ്യല്ല, നിങ്ങൾ ചോദിക്കുക, സാർ എനിക്ക് ഐസ്ക്രീം തരുമോ എന്ന് വെച്ചാൽ ഐസ്ക്രീം അല്ല ചോദിക്കേണ്ടത്, എനിക്ക് ഇന്നത് കാര്യമാണ് പഠിക്കുന്നത്. ഇന്നൊരു ഇന്നൊരു ഒരു ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, പറഞ്ഞു, കുട്ടിയല്ല, ബാംഗ്ലൂരിൽ ജോലി ചെയ്യാണ്, ജോലി നല്ല സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ പ്രൊഫഷണൽ അത്രയും സ്കിൽ ഇത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ അവൻ പറഞ്ഞു, സാറേ എനിക്കിപ്പോൾ ആവശ്യം മൈൻഡ് വിഷയങ്ങളൊന്നുമല്ല, സാറിൻ്റെ മുമ്പേ ക്ലാസ്സിൽ പങ്കെടുത്ത് എനിക്കിപ്പോൾ എൻ്റെ സ്കില്ലിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം, എൻ്റെ ജോലിയിൽ എനിക്ക് കുറച്ചും കൂടി പെർഫോം ചെയ്യണം, സാറിന് എങ്ങനെ ക്ലാസ് തരാൻ പറ്റുമോ അതിനകത്ത്? ഇപ്പോൾ നിലവിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് ആകെ മൈൻഡിനെ പറ്റിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതാണ്. ഇതൊന്നുമല്ല, എൻ്റെ ബിസിനസ് കോച്ചിങ് വേറെ തന്നെ ഉണ്ട്. ഞാനങ്ങനെ അതിനെപ്പറ്റി ക്ലാസ്സിൽ ഇവിടെ പറയാറില്ല എന്നുള്ളതാണ് പ്രശ്നം. ബിസിനസ് സ്കിൽ ഡെവലപ്മെൻറ്റ്, അക്കൗണ്ട്സ് മാനേജ്മെൻറ്റ്, ഫൈനാൻസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഞാൻ വേറെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഓരോ കമ്പനികളിൽ പോയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അവിടുത്തെ സ്റ്റാഫിന് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. അത് പബ്ലിക് റെക്കോർഡ് ചെയ്യാറൊന്നുമില്ല. അവർക്കെല്ലാം സിസ്റ്റമാറ്റിക് പറഞ്ഞു കൊടുത്തു. കാരണം നമുക്കറിയാം, നിങ്ങൾക്ക് എൻ്റെ പുസ്തകം കണ്ടിട്ടുണ്ടല്ലോ, ഇംഗ്ലീഷിൽ മറ്റേ മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്നുള്ള ബിസിനസ്സിൽ അതൊക്കെ കൃത്യമായി ഓരോ ചാപ്റ്റർ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ചോദിച്ചപ്പോൾ എൻ്റെ എല്ലാം ഓൾറെഡി അതുണ്ട്, എനിക്കത് ഓക്കെ ഞാൻ ചെയ്തുതരാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള പറഞ്ഞുതരാം. അപ്പോൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നതാണ് ചോദ്യം. ഇന്നത് ക്ലാസ് എടുക്കും, നിങ്ങൾ എല്ലാ കോഴ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽസ് വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ യൂട്യൂബ് കാണുന്നവരിൽ മറ്റുള്ളവർ വാട്സപ്പിൽ ഇല്ലെങ്കിൽ കയറി വരിക, ഇവിടെ ഫ്രീ ക്ലാസ്സുകളും മറ്റു ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യുക. കാരണം നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ എങ്ങോട്ട് ചേഞ്ച് ആക്കണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണോ, കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണോ, അല്ല എനിക്ക് എങ്ങോട്ട് മാറണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി അതിൽ നിങ്ങൾക്ക് ഒരു എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷൻസ് ഉണ്ടോ, നിങ്ങൾ ഒരു 1 to 1 എടുത്തോളൂ, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഇതുവരെ 1 to 1 എടുത്തവർ ആർക്കും ക്ലാരിറ്റി വരാതെ പോയിട്ടില്ല. അവർക്കൊരു മറ്റു ഘടകങ്ങളൊക്കെ നമ്മൾ അതിന് കൂടെ നോക്കുന്നു, പെൻഡിൽ നോക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. 1 to 1 വേണോ എന്ന് ചോദിച്ചു, സമയത്തിനനുസരിച്ച് നമുക്ക് തരാം. കാരണം ഇവിടെ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, ഇഫ് യു ആർ സീരിയസ്, ഇഫ് യു ആർ റെഡി, നിങ്ങൾ സീരിയസ് ആയ ഒരാളും നിങ്ങൾ തയ്യാറായ ഉള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ റിയലായിട്ട് ലൈഫ് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ അതിനുള്ള സാധ്യതകളെല്ലാം ഇവിടെയുണ്ട്. കാരണം നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു അത്ഭുതം എവിടെയാണുള്ളത് ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ കാത്തിരിക്കുന്ന ആ അത്ഭുതം എവിടെയാണുള്ളത് അല്ലേ? ഇവിടെ തന്നെയുണ്ട്. ഇങ്ങോട്ടൊന്നും തപ്പി ഇവിടെ അല്ല, നിങ്ങൾ അവരവരെ എൻ്റെ അല്ല, ഇവിടെ അല്ല, ഇങ്ങോട്ടുണ്ട്, അവനവനിൽ തന്നെയുണ്ട്. അപ്പോൾ ആ അത്ഭുതത്തിന് ചെപ്പ് നിങ്ങളൊന്ന് തുറക്കാനുള്ള കീ ഞാൻ തരാം. അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കീ ഞാൻ പറഞ്ഞു തരാം. എന്താ ഈ കീ ഇട്ട് തുറന്നാൽ സംഭവിക്കും. ആ കീ വേണമെങ്കിൽ മാത്രം കയറി വരിക, എല്ലാവർക്കും അത് സാധ്യമാകും. അവനവനിലുള്ള അത്ഭുതത്തെ തുറന്നു വിടാൻ, അല്ലെങ്കിൽ കുപ്പിയിലിരിക്കുന്ന ആ ഭൂതത്തെ തുറക്കാനുള്ള അതിൻ്റെ കുപ്പിയുടെ ആ ലോക്ക് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഏത് വേണ്ട നോട്ട് പോലെ ഓരോ ആൾക്ക് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേഷൻ പറഞ്ഞ കാര്യം തന്നെയാണ്. 90 ആൾക്കാരും പങ്കെടുത്ത മെഡിറ്റേഷനിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു മെഡിറ്റേഷൻ നൽകി. എനിക്ക് തോന്നുന്നു സംസാരിച്ച 10-20 പേരിലും 20 വ്യത്യസ്തമായ അഭിപ്രായമായിരുന്നു. ഞാൻ നൽകിയ മെഡിറ്റേഷൻ ഒന്നാണ്, 100 പേരും അനുഭവിച്ചത് 100 വ്യത്യസ്തമായ രീതിയിലാണ്. അത് ഓരോ ആളുടെയും അവസ്ഥയാണ്. അപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞാൽ പെട്ടുപോകും. അത് പറയാൻ ഞാൻ ആളല്ല. അവനവനിലുള്ള ആ സത്യത്തെ അവനവൻ കണ്ടെത്തുക, അതിന് ഒരു ഗൈഡായി കൂടെ നിൽക്കുക, ഒരു മെൻറ്ററായി കൂടെ നിൽക്കുക. ഇതാണ് എൻ്റെ കർത്തവ്യം. നിങ്ങൾക്ക് ബാക്കിയെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഉണ്ട്, അങ്ങോട്ട് പോകാം. സമയം കുറച്ച് അവിടെ ലേറ്റായി. അപ്പോൾ താങ്ക് യു. ഓരോ ആളും ജീവിതത്തിൽ മാറ്റപ്പെടാൻ തയ്യാറായിക്കൊള്ളുക. മിറാക്കിളുകൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. ഭാഗ്യമില്ലാതെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തെ തുറക്കുന്ന താക്കോലും കൂടി തന്നേക്കാം. മതിയല്ലോ. അപ്പോൾ താങ്ക് യു വെരി മച്ച്.